ബോച്ചയെ ന്യായീകരിച്ച രാഹുൽ ഈശ്വറിനെ എയറിലാക്കി ഹണി റോസ്. ബോബി ചെമ്മണ്ണൂരിനെ ആലപ്പുഴയിൽ കണ്ടാൽ അടിയുറപ്പെന്ന് സുധാകരൻ. വേദിയിൽ വെച്ച് മോന്തയ്ക്ക് അടിക്കണമായിരുന്നുവെന്ന് അഖിൽ മാരാർ. ബോബിക്ക് കുരുക്കുമുറുകുന്നു. തെറ്റു ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് വിവാദ വ്യവസായി. നടി ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ തനിക്കെതിരായ കുരുക്ക് മുറുകിയേക്കുമെന്ന ബോധ്യത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന വാദം ഉയർത്തുന്നു. കോടതിയിൽ അദ്ദേഹം പറഞ്ഞത് താനൊരു ദ്വയാർത്ഥ പ്രയോഗവും നടത്തിയിട്ടില്ലെന്നും പുരാണത്തിലെ കഥാപാത്രത്തെ ഹിന്ദി സീരിയലിൽ അവതരിപ്പിച്ച നടിയുമായി സാദൃശ്യമുണ്ടെന്നാണ് ഉദ്ദേശിച്ചതെന്നും പറഞ്ഞു. എന്നാൽ ലൈംഗിക അധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കുരുക്കുമുറുകാൻ തന്നെയാണ് സാധ്യത. ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണനയിലാണെന്ന് സെൻട്രൽ ACP C ജയകുമാർ പറഞ്ഞു. ബോബിക്കെതിരെ ഡിജിറ്റൽ തെളിവുകളടക്കം കയ്യിലുണ്ട് എന്നും മൊബൈൽ ഫോൺ അടക്കം കോടതിയിൽ ഹാജരാക്കുമെന്നും ACP പറഞ്ഞു. അന്വേഷണവുമായി ബോബി സഹകരിക്കണമെന്ന് നിർബന്ധമില്ല. ഹണി റോസിന്റെ പരാതി സിനിമാ പ്രചാരണം ലക്ഷ്യമിട്ടല്ല എന്നും ACP കൂട്ടിച്ചേർത്തു. ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയകളിലും ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഈശ്വർ രംഗത്ത് വന്നതും വിവാദമായിരിക്കുകയാണ്. ബോച്ചയുടെ ചെയ്തികളെ വെളുപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച രാഹുൽ ഈശ്വറിനെതിരെ കടുത്ത വിമർശനമാണ് ഹണി റോസ് നടത്തിയത്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും. എന്നാൽ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് തനിക്ക് മനസ്സിലായത്. തന്ത്രി കുടുംബത്തിൽ നിന്നുള്ള രാഹുൽ പൂജാരി ആകാതിരുന്നത് നന്നായി. കാരണം ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകളെ ഏത് വസ്ത്രത്തിൽ കാണുമ്പോഴാണ് അയാൾക്ക് നിയന്ത്രണം നഷ്ടമാകുന്നതെന്ന് അറിയില്ലല്ലോ എന്നും ഹണി റോസ് പ്രതികരിച്ചു. ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചും ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പരിഹസിച്ചും ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വർ നടത്തിയ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണിത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയും ഹണി റോസ് നിയമ നടപടിക്ക് ഒരുങ്ങി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയാണ് നടി നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ദ്വയാർത്ഥ പ്രയോഗത്തോടെയുള്ള വാക്കുകളും മോശം തമ്പുകളും ഉപയോഗിച്ച 20ഓളം യൂട്യൂബർമാരുടെ പേരുകൾ നടി പോലീസിന് ഉടൻ കൈമാറും. നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപ കമന്റുകൾ ഇട്ടവർക്കെതിരെ നടി നൽകിയ പരാതിയിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനിടെ ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് മുൻ മന്ത്രി G സുധാകരൻ രംഗത്ത് വന്നത് ശ്രദ്ധേയമായി. ബോബി ചെമ്മണ്ണൂരിന് പണത്തിന്റെ അഹങ്കാരമാണെന്നും എന്തും ചെയ്യാമെന്ന തോന്നലാണെന്നും സുധാകരൻ വിമർശിച്ചു. ആലപ്പുഴയിലായിരുന്നുവെങ്കിൽ ഞങ്ങൾ തല്ലിയേനെയെന്നും അദ്ദേഹം പറഞ്ഞു. കായംകുളം MSM കോളേജിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുതിർന്ന CPM നേതാവ്. 15 വർഷം മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഭാര്യയോട് അവൻ പരമനാറിയാണെന്ന് പറഞ്ഞിരുന്നു. അയാൾ പ്രാകൃതനും കാടനുമാണ്. അയാൾക്ക് ഒരു സംസ്കാരമേയുള്ളൂ, അത് ലൈംഗിക സംസ്കാരമാണ്. കരണക്കുറ്റിക്ക് അടികൊടുക്കാൻ ആരും കേരളത്തിൽ ഇല്ലാതായി പോയി. ഇവിടുത്തെ മഹിളാ സംഘടനകളും ബുദ്ധിജീവികളും എവിടെ പോയി? അയാൾ അശ്ലീല ചുവയുള്ള ഒറ്റ പോസ്റ്റ് ഇട്ടപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് അറസ്റ്റ് ചെയ്തോ? പല സ്ത്രീകളെയും അയാൾ അപമാനിച്ചു. അവർ ആരും അനങ്ങിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബോബി ചെമ്മണ്ണൂർ ചാരിറ്റിയുടെ മറവിൽ തട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണെന്നും നേരത്തെയും താൻ ഇയാൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ടെന്നും അഖിൽ മാരാർ പറയുന്നു. പല ബിസിനസ്സുകാരെയും നാം കേരളത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ പറ്റിച്ച് തന്റെ കാര്യം നേടിയെടുക്കാമെന്നുള്ള ചിന്തയുള്ള ഒരേ ഒരാൾ ബോബി ചെമ്മണ്ണൂർ ആണെന്നും അഖിൽ മാരാർ ആഞ്ഞടിച്ചു. ഒരുപക്ഷെ അന്ന് വേദിയിൽ വെച്ച് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിന്റെ മോന്തയ്ക്കൊന്നു പൊട്ടിച്ചിട്ട് കേസ് കൊടുത്തെങ്കിൽ ബഹുമാനം കൂടിയേനെയെന്നും അഖിൽ മാരാർ വീഡിയോയ്ക്ക് താഴെ പങ്കുവച്ച ക്യാപ്ഷനിൽ പറയുന്നു. അതേസമയം ലൈംഗിക അധിക്ഷേപ കേസിൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. പരാതിക്കാരിയെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നും 4 മാസം മുമ്പുണ്ടായ കാര്യങ്ങളിൽ ഇപ്പോൾ പരാതിയുമായി വന്നതിന് പിന്നിൽ മറ്റു ഉദ്ദേശങ്ങളാണ് എന്നുമാണ് ബോബി ചെമ്മണ്ണൂർ ആരോപിക്കുന്നത്.